ഫോണിനല്ല, ഏതൊരു വിഷയവും നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. രണ്ടും നോക്കണം നമ്മള്. മൊബൈൽ ഫോൺ നമുക്ക് ഇപ്പൊ നിങ്ങൾ പലരെയും ഞാൻ കാണാറുണ്ട്, നിങ്ങളുടെ പാരന്റ്സ് വരുമ്പോഴേ അവരെന്തു കൊണ്ടുവരുന്നു, അമ്മയാണോ അച്ഛനാണോ എന്നതിനേക്കാൾ ഉപരി അവരുടെ കയ്യിലുള്ള ഫോണാണ് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ. സത്യമല്ല ഞാൻ പറഞ്ഞത്? അപ്പൊ നുണ പറയില്ല എന്റെ മക്കള്. അപ്പൊ നിങ്ങൾക്കും അത് അഡിക്ഷൻ ഉണ്ട്. ഈ സ്കൂളിൽ അത് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്. മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കാം ഒരു പരിധി വരെ. എപ്പോഴും അതിൽ ഗെയിം കളിച്ചുകൊണ്ടും യൂട്യൂബിൽ ഇങ്ങനെ കണ്ടതന്നെ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ സമയം പോകണം. അതേ നേരത്തെ ഇവിടെ നമ്മൾ മൊബൈൽ ഫോണിന്റെ അതേ ഫെസിലിറ്റിയോട് നിങ്ങളുടെ ക്ലാസ്സിലൊക്കെ സ്മാർട്ട് ടിവികളുണ്ട്. അതിൽ നിങ്ങൾ എല്ലാ ഡൗട്ടും ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ? ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്, എല്ലാറ്റിനും ഉപയോഗിക്കാം. അത് ഒരു സ്മാർട്ട് ടി വി വെച്ചിട്ട് നിങ്ങൾ 25 പേര് 23 പേരാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ മാഡം ഇവിടെ ഇല്ല, ഞാനന്ന് അരുണാചൽ പോയപ്പോ നിങ്ങൾക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ വീഡിയോയിൽ കാണിച്ചു തന്നില്ലേ? ഞാൻ ലൈവ് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു, മക്കളെ ഇതാണ് അരുണാചൽ, ഇതാണ് നമ്മുടെ ചൈന ബോർഡർ, ഇതാണ് മ്യാൻമാർ ബോർഡർ എന്ന് ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു, എല്ലാം ചെയ്തു. അതുപോലെ നമ്മൾ ഈ പോകാത്ത സ്ഥലത്ത് പോലും നമ്മളെ എത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മൊബൈല്. അതുപോലെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കയ്യിൽ തന്നെ അപ്പൊ തന്നെ നോക്കാം, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പൈസ ഉണ്ടെങ്കിൽ അത് ഗൂഗിൾ പേ വഴി കൊടുക്കാനും വാങ്ങാനും ഒക്കെ പറ്റും. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് ഗൂഗിൾ പേ വളരെ സപ്പോർട്ടാണ്. ഫോൺ പേ പോലെയുള്ള ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളൊക്കെയാണ്. അതിന്റെ ഏറ്റവും വലിയ ഒരു മോശം വശത്താണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. എന്താ ചെയ്യണേ? ആ ഒരു സമയം കൊണ്ട് 2 മണിക്കൂർ നിങ്ങളുടെ പാരന്റ്സ് വരുമ്പോ നിങ്ങൾ 1.5 മണിക്കൂർ ആ മൊബൈൽ മേടിച്ചിട്ട് അതിന്റെ പുറകെ പോയിട്ട് അവരോട് സംസാരിക്കുന്നില്ല. പിന്നെ 4 മണി കഴിഞ്ഞിട്ട് അവർ പോകുമ്പോ അവരെന്താ വൈകാൻ കാരണം എന്നറിയോ? നിങ്ങൾ ആ ഫോൺ കൊടുക്കാത്തതാ. നിങ്ങൾ ഫോൺ കൊടുത്താലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൊബൈൽ ഫോൺ ആയാലും എന്തായാലും അമിതമായാൽ അത് ദോഷാണ് കേട്ടോ. അപ്പൊ എല്ലാം ഉപയോഗിക്കണം. അഡ്വാൻസ് ടെക്നോളജിയിൽ തന്നെ നമ്മൾ വളരണം. എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ബന്ധങ്ങൾ നേരത്തെ നമ്മുടെ നിതേഷ് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ധർണിഷ് പറഞ്ഞ പോലെ, നിഖിലേഷ് പറഞ്ഞ പോലെ അമ്മ ബന്ധം, അവരായിട്ട് സംസാരിക്കുക. ഈ ഹോളി എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ പാരന്റ് പറഞ്ഞത് നിങ്ങൾക്ക് മൊബൈൽ ഫോൺ തരാനല്ല, നിങ്ങളോടൊപ്പം ചില സമയം ചെലവഴിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാനാണ്. അപ്പോ ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയിട്ട് നിങ്ങൾ അവരുടെ ബന്ധങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്നേഹം നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, താങ്ക് യു. ബന്ധങ്ങൾ ആണ് ശ്രദ്ധിക്കുക, സമയം വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന സമയം വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കണം. മൊബൈൽ ഉപയോഗിക്കാൻ നമ്മൾ വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് മൊബൈൽ ഉപയോഗിക്കാൻ തെറ്റൊന്നുമില്ല. അത് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ബാക്കിയുള്ള സമയങ്ങൾ നമ്മുടെ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ, ഇപ്പൊ മാഡത്തോട് സംസാരിക്കേണ്ട കാര്യം മാഡത്തോട് സംസാരിച്ചാലേ ശരിയാവും. അമ്മയോട് സംസാരിക്കണം, സാറുമാരോട് സംസാരിക്കണം, കൂട്ടുകാരോട് സംസാരിക്കണം. അതിന് പകരം മൊബൈൽ ഓപ്പൺ ചെയ്താൽ ഈ ബന്ധങ്ങളെല്ലാം അകന്നകന്നകന്ന് പോകും. അപ്പൊ ബന്ധങ്ങൾ സൂക്ഷിക്കാൻ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിൽ സമയം, നമ്മൾ മൊബൈൽ ഫോണിന് ഒരു 1/2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ സമയം നമ്മൾ മാറ്റിവെക്കുക. ടിവിയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എത്രത്തോളം കിട്ടുന്നു നമ്മൾ മനസ്സിൽ കണക്കൂട്ടുക. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങൾ എത്രയെന്ന് കണക്കൂട്ടുക. നമ്മൾ വായിച്ചാൽ കിട്ടുന്ന അറിവ് എത്ര എന്ന് കണക്കൂട്ടുക. ഇതെല്ലാം വേണം നമുക്ക്. ഈ കിട്ടുന്ന അറിവുകളെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം. മൊബൈലിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പരമാവധി സമയം ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിജയം നേടാനായിട്ട് നമുക്ക് സാധിക്കും. ടൈം മാനേജ്മെന്റ് ആണ് ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ടൈം മാനേജ്മെന്റ് പഠിക്കണം. സമയത്തിനും ഒരു മൂല്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ടൈം ടേബിള്, ഓരോ പീരീഡ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തിനാന്ന് വെച്ചാൽ ടൈമിന്റെ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലാവാനാ. അത് കുറച്ചുകൂടി സമയം എടുക്കും. കൃത്യമായിട്ട് ജീവിതത്തിൽ നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വഴി വളരെ നല്ലതാണ്. രാവിലെ 5:30 ഉണരുന്നു, വൈകുന്നേരം 9 മണി വരെ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ റിവൈൻഡ് ചെയ്ത് നോക്കുന്നില്ല. റിവൈൻഡ് ചെയ്ത് നോക്കിയാലേ കുറച്ച് വലുതാവുമ്പോൾ നിങ്ങളുടെ സമയം നിങ്ങൾ എത്ര നന്നായിട്ടാണ് യൂസ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ടൈം മാനേജ്മെന്റ് കൂടി ജീവിതത്തിൽ വരണം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.